ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഇന്ത്യയിൽ തന്നെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ JP മൂവ്മെന്റ് ബീഹാറിൽ റിട്ടയർഡ് ആയിരുന്ന സോഷ്യലിസ്റ്റ് നേതാവിനെ അവിടുത്തെ വിദ്യാർത്ഥികൾ കൊണ്ടുപോയി അത് ഏറ്റവും അവസരം അവസാനിച്ചവിടെയാണ് അടിയന്തരാവസ്ഥയിലാണ് അവസാനിച്ചത്. അപ്പോൾ രാജ്യത്ത് യുവാക്കളുടെ പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മണിയടിക്കുമ്പോൾ P. കൃഷ്ണപിള്ളയ്ക്ക് ചെറുപ്പക്കാരനായിരുന്നു. അപ്പം എല്ലാ കാലത്തും എല്ലാ ഭരണകൂടങ്ങളെയും യുവാക്കൾ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെ പറഞ്ഞു നീതിന്യായ വ്യവസ്ഥയെ പറ്റി പറയും. അപ്പം ഈ റിട്ടയർമെന്റിന് ശേഷം പല സംസ്ഥാനങ്ങളിലും ഗവർണർ സ്ഥാനം അലങ്കരിക്കുന്നതുകൊണ്ട് ഇവരൊക്കെ ജഡ്ജി ആയിരുന്നപ്പോൾ കേട്ട കേസുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ ജുഡീഷ്യറിയിൽ ഇപ്പം ഡെമോക്രാറ്റുകളിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ജുഡീഷ്യറിയാണ് അവസാനത്തെ ആശ്രയം എന്ന് കരുതുന്ന യുവാക്കൾക്ക് അല്ല അങ്ങനെ കരുതുന്ന യുവാക്കൾക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ കാരണങ്ങളിൽ ഒന്നാണ് അവരെ മാനിഫെസ്റ്റോയിൽ വെക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. അതായത് റിട്ടയർമെന്റിന് ശേഷം ഈ പറയുന്ന മറ്റു പദവികളിലേക്ക് ഇവർ പോകരുത്. എന്തുകൊണ്ടാണ്? നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടാവുന്ന നീതി നഷ്ടപ്പെടുമോ ഇത്തരം നിയമനങ്ങൾ എന്ന് അവർ സംശയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.